സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ദുബൈയിൽ വെച്ച് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. റോഡൊന്ന് ക്രോസ് ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടു. ആ സുഹൃത്ത് മരണപ്പെട്ടു. ഞാനങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ആ സുഹൃത്തിൻ്റെ വീടൊന്ന് സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. ആ കുടുംബത്തിലെ മൂത്ത സഹോദരനെയും കുടുംബാംഗങ്ങളെയൊക്കെ സന്ദർശിച്ച് ഞാൻ വരുമ്പോൾ ആ വ്യക്തിയുടെ മൂത്ത മകൻ, അവൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഉന്മേഷത്തോടെ ഇരിക്കുന്നു. അവനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മൂത്തയാളാണ് അമ്മയെ സമാധാനിപ്പിക്കേണ്ടത്, അനുജനെ സമാധാനിപ്പിക്കേണ്ടതൊക്കെ ഇയാളാണ്. ഇയാൾ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാകണം. നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. ആ കുട്ടി എനിക്ക് നൽകിയ മറുപടി, ഞാനും ഒന്ന് താഴെ ഡൗണായിപ്പോയാൽ എൻ്റെ അമ്മ വല്ലാതെ നിരാശിതനാകും. വലിയ പ്രായമൊന്നുമില്ല, +2 പഠിക്കുന്ന ആ കുട്ടി, ആ മകൻ, സ്വന്തം പിതാവ് മരണപ്പെട്ടിട്ടും അവൻ എന്നോട് പറഞ്ഞത്, ഉറക്കത്തിൽ ഞാൻ ഞെട്ടി എഴുന്നേൽക്കും, ഹൃദയത്തിൽ വല്ലാത്തൊരു നീറ്റലും വേവലാതിയുമൊക്കെ ഉണ്ടാകും. അമ്മയുടെ മുന്നിൽ ഞാൻ വലിയ പ്രയാസത്തിലും ദുഃഖത്തിലുമായാൽ എന്നെക്കാളും ദുഃഖത്തിലും പ്രയാസത്തിലും അമ്മ വീണുപോകും. അച്ഛൻ മരണപ്പെട്ടു, എൻ്റെ അമ്മയും വീണുപോകരുത്. ആ ചെറിയ മകൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ അമ്മയെ ഒന്ന് നിവർത്തിയെടുക്കാൻ വേണ്ടി ആ മകൻ്റെ സാഹസമാണ്. എന്നാൽ മരണമെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരണപ്പെട്ടു പോകുന്നതാണ്. കോവിഡാനന്തരം ഒരുപാട് സുഹൃത്തുക്കളും നമുക്കറിയാവുന്നവരും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നാം കേൾക്കുന്നുണ്ട്. മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാടല്ല വേണ്ടത്. മരണം ഒരു ഘടികാര സൂചി പോലെ. 48 വയസ്സായ ഞാൻ ചിന്തിക്കുമ്പോൾ 65ഉം 70ഉം വയസ്സ് പ്രായമുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകി വേദനയില്ലാത്ത ലോകത്തേക്ക് പലരും യാത്രയായി. മരണത്തെക്കുറിച്ച് നാം ഭയപ്പെടുകയല്ല വേണ്ടത്, മരണത്തെക്കുറിച്ച് ഒളിച്ചോടുകയല്ല വേണ്ടത്. കാരണം നാം വാഹനം ഓടിക്കുമ്പോൾ എതിരെ വരുന്ന, നാം എത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാലും എതിരെ വരുന്ന ആ വ്യക്തി അപ്രതീക്ഷിതമായ ഒരു അശ്രദ്ധയിൽ നമ്മുടെ അടുക്കലേക്ക് വാഹനം വന്നിടിച്ചു കയറിയാൽ മരണപ്പെട്ടു പോകും. ആ മരണം ഒരു ദൈവ നിശ്ചയമാണ്. ഈ ഭൂമിയിൽ ദൈവം നിശ്ചയിക്കുന്ന നാൾ നാം ഇവിടെ ജീവിക്കും. നമ്മുടെ ആയുസ്സും നമ്മുടെ ഭക്ഷണവും നമ്മൾ ശ്വസിക്കാനുള്ള വായുവും തീർന്നു കഴിയുമ്പോൾ നാം മടങ്ങിപ്പോകും. പക്ഷെ ബാക്കിയാക്കേണ്ടത്, മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും അയൽവാസികളും നമ്മെക്കുറിച്ച് നന്മ പറയണം. നന്മ പറയുന്ന നല്ല മനുഷ്യരായി ജീവിച്ച് നമ്മുടെ ഈ ലോകത്തു നിന്നുള്ള വിയോഗത്തിലും നന്മയോടുകൂടി മരണപ്പെടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.